നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും പത്രങ്ങളും ചാനലുകളും മാധ്യമങ്ങൾ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും അടിവരയിടുന്ന ഒരു സംഭവം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. നാസിക്കിലെ ടാറ്റയുടെ TCSലെ ഒരു BPOയിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി നടന്നു വരുന്ന ജോലി സ്ഥലങ്ങളിലെ പീഡനം, ഹരാസ്മെൻറ്റ്, മതപരിവർത്തനം, കൊയേഷൻ, ബലപ്രയോഗം, മതപരമായ ആചാരങ്ങളെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ, നിർബന്ധിത ബീഫ് തീറ്റിക്കൽ എല്ലാം ഇപ്പോൾ മറ നീക്കി പുറത്തു വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. എല്ലാ ചാനലുകളുടെയും വായിൽ പഴം തിരികെ വെച്ചിരിക്കുകയാണ്. എല്ലാവരും മഹാമൗനത്തിലാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെല്ലാം മുസ്ലിമുകളാണ്. അവരുൾപ്പെടുന്ന എന്തെങ്കിലും സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മതേതരത്വം അറബിക്കടലിലെങ്ങാനും മുങ്ങിപ്പോയാലോ എന്ന ഭയം കൊണ്ടാണ് ഈ ചാനല് പത്രം അളിയന്മാരൊന്നും മിണ്ടാത്തത്. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഭയപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ചാനലിലൊന്നും പ്രൈം ടൈം ചർച്ച പോലും വന്നില്ല. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ ഇത്രയും നാൾ കേരള സ്റ്റോറി എന്നു പേരായ ഒരു സിനിമയ്ക്ക് നേരെ ഉയർത്തിയ പ്രതിരോധവും പ്രതിഷേധവുമെല്ലാം വെള്ളത്തിലാകുമല്ലോ എന്ന ആശങ്കയിലാണ് ഈ ചാനലിലെ നമ്മുടെ സിംഹങ്ങൾ. ഇതൊരു കോർപ്പറേറ്റ് ജിഹാദാണ് എന്നാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത്. എന്നാൽ ഇത് ജിഹാദാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കേട്ടിടത്തോളം ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ വെച്ച് ഒരു ജിഹാദി പരിപാടിയുടെ എല്ലാ ലക്ഷണവും ഇത് കാണിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്, സത്യസന്ധത ഇല്ലായ്മ, കാപട്യം ഇതെല്ലാം ഒരിക്കൽ കൂടി തുറന്നു കയറ്റിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. രാഷ്ട്രീയക്കാരുടെ പ്രീണനം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രീണനം നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നിഷ്പക്ഷമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതല്ലേ മാധ്യമധർമ്മം. അങ്ങനെയല്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം PFIയുടെയും SDPIയുടെയും വർഗീയത ചർച്ച ചെയ്താൽ അത് BJPക്ക് ഗുണം ചെയ്തെങ്കിലോ എന്ന് കരുതി അതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരുന്നിട്ടുണ്ട് എന്ന് മനോരമയിലെ ഷാനി പ്രഭാകരൻ ഒരിക്കൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അങ്ങനെ അത് വെട്ടി തുറന്നു പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളാരും നിഷ്പക്ഷരല്ല എന്ന്. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു സംഭവം നിങ്ങൾ മുക്കുന്നത്? ആരെങ്കിലും പേടിച്ചിട്ടാണോ? ആരെങ്കിലും കൈവെട്ടും എന്ന് പേടിച്ചിട്ടാണോ? അതോ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ അത് മറ്റാർക്കെങ്കിലും ഗുണം ചെയ്തെങ്കിലോ എന്ന് ഭയപ്പെട്ടിട്ടാണോ? എത്ര കാലം നിങ്ങൾക്കിങ്ങനെ വാർത്ത മൂടി കെട്ടി പൊതിഞ്ഞു വയ്ക്കുവാൻ കഴിയും? സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇപ്പോൾ തന്നെ പത്രം വായിക്കുന്നവരുടെയും ചാനലുകളിൽ നിങ്ങളുടെ അന്തിച്ചർച്ച കാണുന്നവരുടെയും എണ്ണം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ എങ്ങനെയാണ് നാസിക് പോലീസ് ഈ ഒരു കേസ് അന്വേഷിച്ച് സംഭവങ്ങളുടെ നിജസ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നത് എന്നുകൂടി ഞാൻ പറയാം. നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടന്ന ഒരു സംഭവമാണിപ്പോൾ രാജ്യത്തെ ആകെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മാസത്തോളമായി നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിൻ്റെ BPO അതിൻ്റെ യൂണിറ്റിനുള്ളിൽ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ വളരെ രഹസ്യമായിട്ട് ജോലി ചെയ്തു. ശുചീകരണ തൊഴിലാളികളായിട്ട് അവരവിടെ ആൾമാറാട്ടം നടത്തിക്കൊണ്ട് അവർ ദൈനംദിന ഇടപെടലുകൾ നിരീക്ഷിക്കുകയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇപ്പോൾ ഈ രഹസ്യ ഓപ്പറേഷനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ 9 FIRകളിലേക്കും ഗുരുതരമായ നിരവധി കുറ്റാരോപണങ്ങളിലേക്കും ഒരു മുതിർന്ന HR ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 7 ജീവനക്കാരുടെ അറസ്റ്റിലേക്കും നയിച്ചിരിക്കുകയാണ്. ജോലിസ്ഥലത്തെ സംശയാസ്പദമായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ ഓപ്പറേഷൻ ഇപ്പോൾ ലൈംഗിക പീഡനം, ബലപ്രയോഗം, മതപരമായ ആചാരങ്ങളെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ എന്നിവയുൾപ്പെടെ വിപുലമായ അന്വേഷണത്തിന് അടിസ്ഥാനമായി മാറിയിരിക്കുകയാണ്. നാസിക് സിറ്റി പോലീസിൻ്റെ അഭിപ്രായത്തിൽ ജോലിസ്ഥലത്തെ സ്വാധീനം മൂലം 20കളുടെ തുടക്കത്തിലുള്ള ഒരു ഹിന്ദു യുവതി ഇസ്ലാമിക ആചാരങ്ങൾ പിന്തുടരാൻ തുടങ്ങിയതായി ഫെബ്രുവരിയിൽ തന്നെ പരാതി ലഭിച്ചിരുന്നു. യുവതിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, പ്രധാനമായും വിശ്വാസവുമായി ബന്ധപ്പെട്ടവ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവളെ ജോലിക്ക് അയക്കുന്നത് നിർത്തിയതായി അവർ പോലീസിനോട് പറഞ്ഞു. ഇതോടെയാണ് 147 ജീവനക്കാരുള്ള ആ സ്ഥാപനത്തിൽ രഹസ്യ അന്വേഷണം നടത്താൻ അധികൃതർ തീരുമാനിച്ചത്. യൂണിറ്റിനുള്ളിൽ ഏകദേശം 2 ആഴ്ചയോളം വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പോലീസുകാരെ ശുചീകരണ ജീവനക്കാരായി പോലീസ് വിന്യസിച്ചു. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ നിരീക്ഷണം ആഴ്ചകളോളം നീണ്ടുനിന്നു. ഉദ്യോഗസ്ഥർ ജീവനക്കാരുടെ ഇടപെടലുകൾ നിരീക്ഷിക്കുകയും
ദിവസവും റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പ്രാഥമിക വിവരങ്ങൾ ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് നന്നായി ആസൂത്രണം ചെയ്ത പദ്ധതി എന്നാണ് ഈ ഓപ്പറേഷനെ ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യ FIR മാർച്ചിൽ ദേവ്ലാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തു. സഹപ്രവർത്തകനായ ഡാനിഷ് ഷെയ്ഖ് തൻ്റെ വിവാഹ വിവരം മറച്ചുവെച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് പരാതിക്കാരി ആരോപിച്ചു. മതവികാരത്തെ വ്രണപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും പോലീസ് ഇതിൽ ചുമത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഡാനിഷ് ഷെയ്ഖ്, തൗസീഫ് അത്താർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. അത്താറിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ മറ്റൊരു ഹിന്ദു ജീവനക്കാരി മുസ്ലിം വേഷം ധരിച്ച ചിത്രങ്ങൾ കണ്ടെത്തിയതായും ഇത് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും പരാതികളിലേക്കും നയിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അന്വേഷണം വിപുലീകരിച്ചതോടെ 18 മുതൽ 25 വയസ്സിനിടയിലുള്ള കൂടുതൽ വനിതാ ജീവനക്കാർ ലൈംഗിക പീഡനം, നിർബന്ധിക്കൽ, കൊയേർഷൻ, മതപരമായ സമ്മർദ്ദം എന്നിവ ആരോപിച്ച് മുന്നോട്ട് വന്നു. അറസ്റ്റുകളെക്കുറിച്ച് അറിഞ്ഞ ശേഷമാണ് പലരും പരാതി നൽകാൻ തയ്യാറായത് എന്ന് പോലീസ് പറഞ്ഞു. മാർച്ച് 26-നും ഏപ്രിൽ 3-നും ഇടയിൽ ദേവ്ലാലി ക്യാമ്പ്, മുംബൈ നാക്ക പോലീസ് സ്റ്റേഷനുകളിലായി 9 FIRകൾ രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗം, ലൈംഗിക പീഡനം, പിന്തുടർന്ന് ശല്യം ചെയ്യൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, മതവികാരം വ്രണപ്പെടുത്താൻ ബോധപൂർവം പ്രവർത്തിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. 6 പുരുഷന്മാരും ഒരു വനിതാ HR ഉദ്യോഗസ്ഥയും ഉൾപ്പെടെ 7 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. നിദാ ഖാൻ എന്ന മറ്റൊരു പ്രതി ഒളിവിലാണ്. കമ്പനിയുടെ ആന്തരിക സമിതിയുടെ ഭാഗമായിരുന്നിട്ടും പരാതികൾ അവഗണിച്ചതിനാണ് അസിസ്റ്റന്റ് ജനറൽ മാനേജരായ HR ഉദ്യോഗസ്ഥയെ അറസ്റ്റ് ചെയ്തത്. ജോലി സ്ഥലത്തെ പീഡന നിയമങ്ങൾ അനുസരിച്ച് വാക്കാലുള്ള പരാതികളിൽ പോലും നടപടി എടുക്കേണ്ടതായിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ACP സന്ദീപ് ബിദ്കയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് SIT ആണ് കേസുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്. ലൈംഗിക പീഡന നിരോധന നിയമത്തിലെ നിർബന്ധിത വ്യവസ്ഥകൾ കമ്പനി പാലിച്ചിട്ടുണ്ടോ എന്ന് SIT പരിശോധിക്കുന്നുണ്ട്. സംഘടിത മതപരിവർത്തന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അത്തരത്തിൽ വലിയ ഗൂഢാലോചന നടന്നതിന് ഇതുവരെ തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതായും പീഡനങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് തങ്ങൾക്കുള്ളത് എന്നും TCS അറിയിച്ചു. ടാറ്റ സൺസ് ചെയർമാൻ N. ചന്ദ്രശേഖരൻ ഈ ആരോപണങ്ങൾ അങ്ങേയറ്റം ആശങ്കാജനകവും വേദനാജനകവും ആണ് എന്നാണ് വിശേഷിപ്പിച്ചത്. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരതി സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നും നിയമപാലകരുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും കമ്പനി അറിയിച്ചു. എന്നാൽ ഇതൊരു കോർപ്പറേറ്റ് ജിഹാദ് ആണ് എന്നാണ് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.